നമ്മളിപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ആണുള്ളത്. ഇവിടെ തെരുവുനായുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. നമ്മളിപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ് നിൽക്കുന്നത്. ഇവിടെ തെരുവുനായുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിഷ്വലുകളാണ് നമ്മൾ അല്പസമയം മുമ്പ് കാണിച്ചത്. അപ്പോൾ അദ്ദേഹം നടന്ന് വരുന്നതിനിടയിൽ അദ്ദേഹത്തെ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു എന്നാണ് നമുക്കിവിടെ ലഭിക്കുന്ന വിവരം. ഈ ആശുപത്രിയുടെ ഉള്ളിൽ നിന്നും വിഷ്വലെടുക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. പിന്നിപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ടാണ് നമ്മൾ ആശുപത്രിക്കകത്ത് കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ വിഷ്വൽ എടുത്തത്. കൂടുതൽ ദൃശ്യങ്ങൾ കാണിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിഷ്വൽ ഒഴിവാക്കേണ്ടി വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കാലിലും ഒക്കെ തന്നെ വളരെ ഗുരുതരമായ നിലയിലുള്ള പരിക്കാണ് പറ്റിയിട്ടുള്ളത്. തെരുവുനായ അദ്ദേഹത്തെ തെള്ളിയിട്ടതിന് ശേഷം വളരെ വലിയ രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. പോരുവഴി അർത്തി കിഴക്കതിൽ ഷാഹുദ്ദീൻ എന്നയാൾക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഇപ്പോൾ ഈ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സകൾ നൽകിയതിനു ശേഷം അദ്ദേഹത്തെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അല്പസമയത്തിനകം അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. ഇവിടെ പ്രാഥമിക ചികിത്സകൾ നൽകി. ആഴത്തിലുള്ള 2 കടിയേറ്റിട്ടുണ്ട്. ആ കടി ഏറ്റത് അല്പം ഗുരുതരമാണെന്നാണ് ഇപ്പോൾ നമുക്കിവിടെ ചികിത്സിച്ച ഡോക്ടർ നൽകിയിട്ടുള്ള വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഇപ്പോൾ അല്പസമയത്തിനകം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. ഇവിടെ സാധ്യമാകുന്ന ചികിത്സകൾ നൽകിയിട്ടുണ്ട്. അതിനുശേഷം മറ്റ് സംഗതികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുടർ ചികിത്സകൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ താലൂക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. രാവിലെ നടന്നു പോകുന്നതിനിടയിലാണ് കൊച്ചുതെരുവ് ജംഗ്ഷന് സമീപത്ത് വെച്ച് അദ്ദേഹത്തിന് തെരുവുനായുടെ കടിയേൽക്കുന്നത്. തെരുവുനായ വളരെ ക്രൂരമായ രീതിയിലാണ് അദ്ദേഹത്തെ ആക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ഹലോ, ഫോൺ ലൈവാ? ഓക്കെ. അപ്പോൾ തെരുവുനായ വളരെ ക്രൂരമായ ഒരു ഗൃഹനാഥനെ, പ്രായമായൊരു മനുഷ്യനെ ആക്രമിച്ചിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ വിഷ്വൽ നമുക്ക് കാണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാണിക്കാം. കാരണം ആശുപത്രിയിൽ നിന്ന് വീഡിയോ എടുക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട്, അതെല്ലാവർക്കും അറിയാം. അപ്പം അത് നിയമപരമായ ചില സംഗതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആശുപത്രിക്കുള്ളിൽ കയറിയിട്ട് നമുക്ക് നിലവിൽ വീഡിയോ എടുക്കാൻ കഴിയില്ല. എന്നാലും നമ്മൾ വീണ്ടും ഒന്ന് വിഷ്വൽ അദ്ദേഹത്തിന് എടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എടുക്കാമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഒരു ഗൃഹനാഥനെ തെരുവുനായ ആക്രമിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നടന്നു പോകുന്നതിനിടയിലാണ് ഇദ്ദേഹത്തെ തെരുവുനായ ആക്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായിരുന്നു സംഭവം? സംഭവം എന്ന് പറഞ്ഞാൽ വെളുപ്പിന് 5:30 ആയപ്പം പള്ളിയിലായിട്ട് നിസ്കരിക്കാനായിട്ട് പുള്ളിക്കാരൻ ഇറങ്ങിയതാണ്. അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. നടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടിയെ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരനെ ആദ്യമേ 2-3 കടി കടിച്ച് ഇങ്ങനെ ഈ ഇദ്ദേഹം പട്ടിയെ എടുത്ത് അപ്പുറത്തെ മതിലിന് അപ്പുറത്ത് എറിഞ്ഞതിന് ശേഷവും ഈ പട്ടി അവിടുന്ന് മതിൽ ചാടി വന്ന് വീണ്ടും 2-3 വട്ടം അറ്റാക്ക് ചെയ്യുമായിരുന്നു. നല്ലപോലെ ആഴത്തിലുള്ള നല്ലപോലെ മുറിവുണ്ട്. നമ്മളിത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിപ്പം നമ്മുടെ പഞ്ചായത്ത് മെമ്പറും മറ്റു അംഗങ്ങളും അനധികൃതമായിട്ടുള്ളവർക്ക് ഇത് നമുക്ക് പരാതി കൊടുക്കാനായിട്ട് പോവുകയാണ്. കാരണം ഇത് പരാതി കൊടുത്ത് ഇതിനെന്തെങ്കിലും തീരുമാനം എടുക്കണം. ഇപ്പം അവിടെ പട്ടിശല്യം വളരെ അധികം കൂടി വരികയാണ്. കുട്ടികളും സ്കൂളിൽ പോകുന്ന കുട്ടികളും കുഞ്ഞുങ്ങളും മദ്രസയിലൊക്കെ പോകുന്ന ആ വഴിക്കണം. ഇത്രയും പിന്നെ പ്രായമുള്ള ഈ മനുഷ്യനെ ഇത്രയും കടി കടിക്കാമെങ്കിൽ പിള്ളേർക്കാണെങ്കിൽ ഈ കടി ഏൽക്കുകയാണെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് പട്ടി കടിച്ചു കഴിഞ്ഞിട്ടും പുള്ളിക്കാരനെ കടി വിടാതെ പട്ടി കടിച്ച് കുറേ കഴിഞ്ഞ് നല്ലതുപോലെ ബ്ലഡ് പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ശാസ്താംകോട്ട ഹോസ്പിറ്റലിലാണ് വന്നിരിക്കുന്നത്. അപ്പം നല്ല ഡോക്ടർ പറഞ്ഞേക്കുന്നത് ആഴത്തിലുള്ള മുറിവുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒന്നെങ്കിൽ വന്താനം മെഡിക്കൽ കോളേജിലോ പാരിപ്പള്ളിയിലോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 2 മുറിവ് ആഴത്തിലുള്ളതാണ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്
നമ്മുടെ പഞ്ചായത്ത് അംഗങ്ങളും മറ്റുള്ള അധികൃതരും ഇത് കണ്ടതിന് ശേഷം ഇതിന് അതിൻ്റേതായ വേണ്ടിയ നടപടികൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് സമയത്തുണ്ടായിരുന്നല്ലേ അവിടെ അല്ലേ? വലിയ മുറിവാണല്ലേ? 2 മുറിവ് ആഴത്തിലുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ? സ്കൂളിലേക്ക് മദ്രസയിലേക്ക് പോകുന്ന വഴിയാണ്. ഒരു കൊച്ചു കുട്ടി കിട്ടുന്നെങ്കിൽ നിമിഷ നേരം കൊണ്ട് അതിനെ കടിച്ചു കയറിയ മരിക്കുമായിരുന്നു. ആ രീതിയിലുള്ള പ്രായം ചെന്ന ആളിനെ യഥാർത്ഥത്തിൽ ഈ വനമേഖലയിൽ ഇപ്പോൾ മറ്റേ ഈ പിന്നെ പുലിയും കടുവയൊക്കെ ഇറങ്ങിയെന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രദേശങ്ങളിൽ പട്ടിയുടെ ശല്യം, പന്നിയും പട്ടിയുടെ ശല്യം അല്ലേ? ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ, നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ. ഏറ്റവും അധികം ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ ചികിത്സ തേടി എത്തുന്നതും ഈ പട്ടി കടിച്ചതിൻ്റെ ചികിത്സ തേടിയ ആളുകൾ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് തന്നെ വേറെയും ചില സംഗതികൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കരോളിന് പോയ കുട്ടികളെ. കോഴേരി 14-ാം വാർഡിൽ അതിരൂക്ഷമായ പട്ടിശല്യം കൂടുതലാണ്. അപ്പോൾ അതിനെന്തെങ്കിലും നമ്മുടെ നിയമപരമായിട്ട് പിന്നെ നമ്മുടെ പഞ്ചായത്ത് അംഗങ്ങളും മെമ്പറും ഒക്കെ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ അതിന് ചെയ്യാൻ വേണ്ടിയാണ് മുൻകൈയെടുത്ത് വേണ്ട നടപടികൾ എടുക്കേണ്ടതാണ്. അധികാരികളിത് പട്ടികളെ ഒതുക്കി അല്ലെങ്കിൽ എവിടെയെങ്കിലും പട്ടി സങ്കേതം തേടിക്കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് പട്ടികളെ കൊണ്ട് കൊടുത്തിടുക. എവിടെയെങ്കിലും പട്ടി സങ്കേതം നോക്കി അങ്ങനെയല്ലത്. ഇവിടുന്ന് 10 പട്ടിയെ പിടിച്ചുകൊണ്ട് പോയിരുന്നാൽ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് അതിനെ ഇവിടെ കൊണ്ടിട്ടിട്ട് അവിടുന്ന് പിടിക്കുന്നതിനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുപോകും. ഞങ്ങളുടെ ഇവിടെ പള്ളിച്ചേരിക്കല് വിദ്യാധിരാജ സ്കൂളുണ്ട്. ആ സ്കൂളിലാണെങ്കിൽ ആ പരിസരത്ത് ഇറങ്ങുന്ന പട്ടിയുടെ കണക്കില്ല. ഒരു മനുഷ്യനെ വാനൊക്കത്തില്ല. പിള്ളേരെയൊക്കെ അങ്ങനെ ഓടിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ തെരുവുനായ കൊല്ലരുതെന്ന് പറയുന്ന ആളുകൾ സുഖകരമായി ജീവിക്കുക. അല്ല, അവരെല്ലാം കൂടെ പിടിച്ച് അവിടെ ഇട്ട് കൊടുക്കണം. യഥാർത്ഥത്തിൽ അങ്ങനെ ശരിക്കും അതാണ് ചെയ്യുന്നത്. തെരുവുനായ്ക്കളോട് സ്നേഹമുള്ളവരുടെ വീട്ടിൽ കൊണ്ടിട്ട് അവർക്ക് ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. അവർ വണ്ടി യാത്ര ചെയ്യുന്ന ആൾക്കാരുകളാണ്. അത് നടന്നു പോകുന്ന ആൾക്കാർക്കാണല്ലോ ഈ ബുദ്ധിമുട്ടായിട്ട് പോകുന്നത്. മനുഷ്യനേക്കാൾ വിലയാണോ നായ്ക്ക്? അതാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നായ്ക്കളെ സംരക്ഷിക്കുന്നവരുടെ വീട്ടുകളിൽ കൊണ്ടിട്ട് അവനെ ഫുഡ് കൊടുക്കാന്നല്ലാതെ വേറെ കാര്യം. ഇന്ന് ഇപ്പോഴെന്ന് പറയുന്നത് ഇത് മനുഷ്യന് യാതൊരു വിലയില്ല. മനുഷ്യന് വിലയില്ല, നായ്ക്കൾക്ക് വില കൊടുക്കും. പട്ടികൾക്ക് മൃഗങ്ങൾക്ക് വില. അപ്പോൾ ഇവിടെ ഒരു ഗൃഹനാഥനെ നായ കടിച്ചു. അപ്പോൾ വളരെ ഗുരുതരമായ ആക്രമണമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷ്വലുകളാണ് നമ്മൾ ആദ്യം ഘട്ടത്തിൽ കാണിച്ചത്. അപ്പോൾ എന്തായിരുന്നാലും കൂടുതൽ വിഷ്വലുകൾ ഉൾപ്പെടുത്തി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകുന്നതാണ്. തൽക്കാലം നമ്മൾ ലൈവ് അവസാനിപ്പിക്കുകയാണ്. നന്ദി.